വീണ്ടും കടമെടുക്കാൻ സംസ്ഥാന സർക്കാരിന്റെ നീക്കം. ദിവസങ്ങൾക്ക് മുൻപ് മുഖ്യമന്ത്രി പറഞ്ഞത് ഓർക്കുന്നു. സംസ്ഥാന സർക്കാർ കടക്കെണിയിലല്ല, സംസ്ഥാനം കടക്കെണിയിലല്ല എന്ന്. 2000 കോടിക്കായുള്ള കടപ്പത്ര ലേലം ജൂൺ 24 നടക്കും. ഇതോടെ ഈ സാമ്പത്തിക വർഷത്തെ സർക്കാരിന്റെ ആകെ കടമെടുപ്പ് 12,000 കോടിയിലേക്ക് കടന്നു. വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമഠം ഒപ്പം ചേരുന്നു. അഖിൽ, മുഖ്യമന്ത്രി വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു. ഇവിടെ കടമില്ല, നമ്മൾ കടക്കെണിയിലല്ല, എല്ലാം മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നതോ പ്രതിപക്ഷമടക്കമുള്ളവർ ആരോപിക്കുന്നതോ മാത്രമാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ട് അധിക ദിവസമായിട്ടില്ല. ഇപ്പോൾ കടപ്പത്ര ലേലത്തിന് സർക്കാർ വീണ്ടും ഇറങ്ങുന്നു. 2000 കോടിക്കായുള്ള കടപ്പത്ര ലേലം ജൂൺ 24 നടക്കാനിരിക്കുന്നു. അതായത് ഇത്തരം നീക്കങ്ങളൊക്കെയും വിരൽ ചൂണ്ടുന്നത് കേരളത്തിൻ്റെ നിലവിലെ അവസ്ഥയാണ്, കടക്കെണിയിലാണെന്ന കാര്യമാണ്, അല്ലേ? കൃഷ്ണരാജ്, ഗുഡ് മോർണിംഗ്. മുഖ്യമന്ത്രി പറഞ്ഞത് ദിവസങ്ങൾക്ക് മുമ്പാണ് കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ. ആ ദിവസങ്ങൾ കേരളം വലിയ സാമ്പത്തിക ശേഷിയുള്ള ഒരു സംസ്ഥാനമാണ്, കടബാധ്യതയില്ല, ഞങ്ങൾ ഒരു തരത്തിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നില്ല, ഞങ്ങൾക്ക് ഒരു തരത്തിലും പെൻഷൻ കൊടുക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല, ഒരു തരത്തിലും ഞങ്ങൾക്ക് ശമ്പളം കൊടുക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല എന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി അങ്ങനെ പറയുന്നതിനൊരു കാരണമുണ്ടായിരുന്നു. അത് നിലമ്പൂരിലുണ്ടായിരുന്ന ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലമാണ് എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യമെന്ന നിലയ്ക്ക് തന്നെ നമ്മളുടെ മുമ്പിൽ നിൽക്കുന്നു. ഉപതെരഞ്ഞെടുപ്പ് അവസാനിച്ചു, വോട്ടെടുപ്പ് അവസാനിച്ചു. അതിനു പിന്നാലെ തന്നെ സംസ്ഥാന സർക്കാർ കടമെടുപ്പുമായി മുന്നോട്ട് പോകാനുള്ള ഒരു ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതിൻ്റെ തെളിവുകൾ തന്നെയാണ് 2025-26 സാമ്പത്തിക വർഷത്തിൽ ആകെ 5 തവണയാണ് സംസ്ഥാന സർക്കാർ 12,000 കോടി രൂപ സംസ്ഥാന സർക്കാർ കടമെടുത്തത്. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ഈ മാസം 24-ാം തീയതി മുംബൈ പോർട്ടിലുള്ള റിസർവ് ബാങ്ക് ഓഫീസിലെ ഇക്വിപ്പർ പ്ലാറ്റ്ഫോം വഴി നടക്കുന്ന കടപ്പത്ര ലേലത്തിൽ പങ്കെടുക്കുകയും അവിടെ 2000 കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ 2000 കോടി രൂപ കടമെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏപ്രിൽ മാസത്തിൽ സർക്കാർ 3000 കോടി രൂപയായിരുന്നു കടമെടുത്തത്. മെയ് മാസത്തിലാകട്ടെ അത് 4000 കോടി രൂപ കടമെടുത്തുന്നു. ജൂണിൽ 2 തവണയായി 5000 കോടി രൂപയും സംസ്ഥാന സർക്കാർ കടമെടുത്തിരുന്നു. ഇങ്ങനെ ഈ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ കടമെടുത്ത സർക്കാരാണ് വീണ്ടും ഇത്തരത്തിലൊരു കടമെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. ആകെ കടം 6 ലക്ഷം കോടി രൂപയിലാണ് ഇപ്പോൾ നിലവിൽ എത്തി നിൽക്കുന്നത്. പെൻഷൻ കമ്പനിയുടെ ബാധ്യത, കിഫ്ബി വഴിയുള്ള വായ്പകളാണ് കേരളത്തിൻ്റെ കടബാധ്യതയിൽ 6 ലക്ഷം കോടി രൂപയിലേക്ക് ഉയർത്തിയിരിക്കുന്നത്. ഇതിന് പുറമെയാണ് സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ, ക്ഷേമ പെൻഷൻ, ക്ഷേമനിധി ബോർഡുകളുടെയും തൊഴിലാളികളുടെയും ക്ഷേമം, കരാറുകൾ എന്നിവയുടെ മേഖലകളിലെ 2 ലക്ഷം കോടി രൂപയുടെ കുടിശ്ശിക. അങ്ങനെ ഡിസംബർ വരെയുള്ള കടമെടുപ്പ് പരിധിയിൽ ഈ മുൻ വർഷത്തെ അപേക്ഷിച്ച് 8,276 കോടി രൂപ അധികമായി വന്നു നിൽക്കുന്ന സാഹചര്യമെല്ലാം തന്നെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നു. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഒരു കടമെടുപ്പിലേക്ക് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തി നിൽക്കുന്നത്. എന്തായാലും 24-ാം തീയതി മുംബൈയിൽ നടക്കുന്ന കടമെടുപ്പ് ലേലത്തിൽ സർക്കാർ പങ്കെടുക്കുന്നുണ്ടാകും, 2000 കോടി രൂപ എടുക്കുന്നുണ്ടാകും. ഇതെല്ലാം ഇങ്ങനെ കടമെടുക്കുമ്പോഴെല്ലാം നമ്മൾ കേരളത്തിൻ്റെ ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞത് ആവർത്തിച്ചു പറയണം. കേന്ദ്രം തരുന്നില്ല, കേന്ദ്രം തരാനുള്ളത് തരുന്നില്ല, ഞങ്ങൾ അവകാശങ്ങൾ ചോദിക്കുന്നുണ്ട് പക്ഷെ തരുന്നില്ല. അതിനോടൊപ്പം ഞങ്ങൾ വലിയ സാമ്പത്തിക ഉപരോധത്തിനിടയിലും വലിയ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നു, വലിയ രീതിയിലുള്ള വലിയ പോരാട്ടങ്ങൾ നടത്തുന്നു, കേരളം ബദലാണ് എന്നൊക്കെ ഈ കടമെടുത്ത പൈസ കൊണ്ട് വാദങ്ങൾ നടത്തുന്നതാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കൃഷ്ണരാജ്, ശരി. വീണ്ടും കടമെടുക്കാൻ സംസ്ഥാന സർക്കാർ 2000 കോടിയുടെ കടപ്പത്ര ലേലം ജൂൺ 24 നടക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു അഖിൽ പാലോട്ടുമഠം.